തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ താളം തെറ്റുകയാണ് എന്നുള്ളത് സമാനമായ സ്ഥിതിവിശേഷത്തിലാണ് കോഴിക്കോടും പോകുന്നത്. പറഞ്ഞു വരുന്നത് ഇത്തരം പ്രതിസന്ധികൾ ആരോഗ്യ മേഖലയെ കാർന്നു തിന്നുമ്പോൾ പുതിയ നിയമനങ്ങൾക്ക് കൂടി നിരോധനം വരിക എന്നുള്ള വാർത്തയിലേക്കാണ്. ഈ അസിസ്റ്റന്റ് സർജൻ തസ്തികയിലേക്കുള്ള PSC പട്ടികയിൽ ആവശ്യത്തിനുള്ള പോസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ടിൻഡു ആ വാർത്ത? അനു 2003 അസിസ്റ്റന്റ് സർജൻ തസ്തികയിലേക്ക് PSC ഒരു നോട്ടിഫിക്കേഷൻ വെക്കുന്നതും 2023 തന്നെ പരീക്ഷ നടത്തി ലിസ്റ്റ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് ഏതാണ്ട് 800 പേരടങ്ങുന്ന ലിസ്റ്റാണ് ആദ്യഘട്ടത്തിലെത്തിയത്. അതിൽ തന്നെ 900 പേരെ ഉൾപ്പെടുത്തി 900 പേരിൽ 800 പേർക്ക് ഫസ്റ്റ് റാങ്ക്, അതായത് മുൻഗണനയിലേക്ക് റാങ്ക് വരുന്നവരുണ്ട്. പക്ഷേ മുൻ വർഷങ്ങളിലേക്ക് 5000, 8000 മുതൽ 5000 തുടങ്ങി 8000 വരെയുള്ള ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ പട്ടിക പ്രഖ്യാപിച്ചെടുത്താണ് ഈ വർഷം അത് കുത്തനെ വെട്ടിക്കുറച്ചുകൊണ്ട് 900 പേരിലേക്ക് ചുരുക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. സ്റ്റാഫുകളുടെ എണ്ണം വളരെ കുറവാണ്. ആശുപത്രിയിലെ ഡ്യൂട്ടി ഡോക്ടർമാരുടെ എണ്ണം കുറവാണ്, നഴ്സുമാരുടെ എണ്ണം കുറവാണ്, ഫാർമസിസ്റ്റുകളുടെ എണ്ണം കുറവാണ്. അപ്പോൾ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. സംസ്ഥാനത്തൊരു രൂക്ഷമായ ധനപ്രതിസന്ധി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലുള്ള പുതിയ നിയമനങ്ങൾ താൽക്കാലികമായി നിരോധിച്ചുകൊണ്ടാണ് ധനവകുപ്പ് ഒരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുകയും ആ അഭിപ്രായത്തിൽ ബദലൂന്നിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തത്. ഇനി മുതൽ ഒരു പുതിയ പട്ടിക അല്ലെങ്കിൽ പുതിയ നിയമനങ്ങൾ വേണ്ട എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. ഉള്ളവരെ വെച്ച് തൃപ്തിപ്പെട്ടു പോവുക അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. നമുക്കറിയാം, ഓരോ ഡോക്ടർമാരും ഏതാണ്ട് 10-11 മണിക്കൂറിലധികമാണ് ഡ്യൂട്ടിയിലിരിക്കുന്നത്. ഡോക്ടർമാർക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരു വലിയ വാർത്തയായതാണ്. പക്ഷേ അതൊന്നും മുന്നിൽ കാണാതെ അല്ലെങ്കിൽ അതിനൊന്നും പരിഗണന നൽകാതെ ഒരു ഉദ്യോഗസ്ഥൻ എന്നതിലുപരി ഒരു മനുഷ്യരെന്ന പരിഗണന പോലും നൽകാതെ 10 മണിക്കൂറിലധികമാണ് ഒരുപക്ഷെ ഈ ഡോക്ടർമാരും ഈ ആരോഗ്യ മേഖലയിലെ ജീവനക്കാരും ഒക്കെ ജോലി ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതിൻ്റെ സമ്മർദ്ദം വേറെയുണ്ട്. പക്ഷേ അത് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ PSC വഴിയുള്ള ഇത്തരത്തിലുള്ള നിയമനങ്ങൾക്കൊക്കെ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കടന്നുകയറ്റം ഇത് മനസ്സിലാക്കാൻ. എല്ലാ മേഖലയിലും വെട്ടിച്ചുരുക്കി സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തിക ഞെരുക്കം തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ എല്ലാ മേഖലയിലും ഒരു വെട്ടിച്ചുരുക്കൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വേണം മനസ്സിലാക്കാൻ. ഏതാണ്ട് 5000 മുതൽ 8000 വരെ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചെടുത്താണ് വെറും 800 പേരെ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നത്. ഈ 800 പേരിലും 900 പേരടങ്ങുന്ന ലിസ്റ്റ് പ്രഖ്യാപിക്കുക, അതിൽ 800 പേർക്കുള്ള പട്ടിക ഇടുകയും ഇത് വളരെ കുറച്ച് ആൾക്കാരെ മാത്രം ജോലിക്ക് എടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമുക്കറിയാം. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും ഡോക്ടർമാരുടെ എണ്ണത്തിൽ വളരെ വളരെ കുറവാണ്. മെഡിസിൻ വിഭാഗങ്ങളിൽ പോലും ഒരു ഡോക്ടറാണ് രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1:30-2 മണി വരെ രോഗികളെ പരിശോധിക്കുന്നത്. ജനറൽ മെഡിസിൻ വിഭാഗം എന്ന് പറയുന്നത് എല്ലാ രോഗങ്ങൾക്കും ആദ്യഘട്ടത്തിൽ കാണിക്കുന്നത് ജനറൽ മെഡിസിൻ വിഭാഗത്താണ്. അപ്പോൾ ഒരു ഡോക്ടറാണ് ഒരുപക്ഷെ ഒരു 300-400-ലധികം രോഗികളെയൊക്കെ ചികിത്സിക്കേണ്ടി വരും. സർക്കാരിൻ്റെ ചട്ടപ്രകാരമുണ്ട്, ഒരു രോഗിക്ക് ചുരുങ്ങിയത് 10 മിനിറ്റെങ്കിലും ഒരു രോഗിക്ക് ഒരു ഡോക്ടറുമായി സംസാരിക്കണം. പക്ഷേ നമുക്ക് സർക്കാർ ആശുപത്രിയിൽ പോയാൽ അറിയാം, ഒരു 30 സെക്കൻഡിൽ കൂടുതൽ ഡോക്ടർമാർക്ക് രോഗികളുമായി സംവദിക്കാനോ രോഗികളുടെ വിഷയങ്ങൾ സംസാരിച്ച് അല്ലെങ്കിൽ അവരുടെ അസുഖങ്ങളെ പറ്റി സംസാരിക്കാനോ സാധിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുക. അപ്പോൾ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും മനഃപൂർവ്വം ഇല്ലാതാക്കുക അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ മനഃപൂർവ്വം ഇല്ലാതാക്കുക എന്ന നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആരോഗ്യ മേഖലയെ തകർക്കാനായിട്ട് ഒരുപക്ഷെ ലോകത്തിന് മുന്നിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ചത് കേരളത്തിൻ്റെ സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പാണെന്ന് പലതവണ അവകാശപ്പെടുമ്പോഴും അവിടെ മരുന്നിനായാലും ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്കായാലും ആശുപത്രി സൗകര്യങ്ങൾക്കായാലും കിടക്കയ്ക്കായാലും അതുപോലെ ഡോക്ടർമാരുടെ എണ്ണത്തിലായാലും ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടുപോയെന്ന് പറയാതെ വയ്യ. ആ ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുന്നതിനിടയിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഇടപെടലും കൂടെ ഉണ്ടായിട്ടുള്ളത്. രൂക്ഷമായിട്ടൊരു ധനപ്രതിസന്ധി തന്നെയാണ് ഒരുപക്ഷെ ഈ ഡോക്ടർമാരുടെ എണ്ണം അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലെ നിയമനങ്ങളുടെ എണ്ണം കുത്തനെ വെട്ടിക്കുറയ്ക്കാനുള്ള കാര്യമെന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയ തന്നെ മനസ്സിലാവുന്നതാണ് അനു. അതോടൊപ്പം തന്നെയാണ് ഈ ഡോക്ടർമാരെ പുതുതായിട്ട്, അതായത് ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത് വരെ പുതുതായിട്ടൊരു ഡോക്ടർമാരുടെ നിയമനങ്ങളൊന്നും വേണ്ട എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള തീരുമാനം.